ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ നാമത്തിലൊരു നല്ല ദിവസം നിനക്ക് പ്രത്യേകമായിട്ട് നേരുകയാണ്. ഇന്ന് സമർപ്പണ തിരുനാളാണ്, സമർപ്പിതരുടെ ദിനം കൂടിയാണ്. മാതാവും യോസേപ്പ് പിതാവും കൂടി ഈശോയെ ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിച്ച് എല്ലാ കാഴ്ചകളും നിറവേറ്റിയതിൻ്റെ സന്തോഷം അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ്. വചനം ഇപ്രകാരം പറയുന്നു. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 39-ാം തിരുവചനം. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം. മാതാവും യോസേപ്പും പ്രത്യേകം വിളിക്കപ്പെട്ടവരാ, ദൈവത്തിൻ്റെ മാതാപിതാക്കളാകാൻ വിളിക്കപ്പെട്ടവർ. എന്നിട്ടും കർത്താവ് എന്തൊക്കെ അവരോട് കൽപ്പിച്ചോ പ്രചോദിപ്പിച്ചോ അതെല്ലാം പൂർത്തിയാക്കുവാനായിട്ട് അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൻ്റെ നിന്റെ സ്റ്റാറ്റസ് ഏതുമാകട്ടെ, ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക്, ദൈവം നിൻ്റെ മനസ്സിൽ ഓരോരോ സമയങ്ങളിൽ തോന്നിപ്പിച്ചു തരുന്ന കാര്യങ്ങൾക്ക് ജീവൻ കൊടുക്കുവാനായിട്ട് എത്രത്തോളം നീ ശ്രദ്ധിക്കുന്നുണ്ട്? ദൈവം നിനക്ക് എന്തെങ്കിലും പ്രചോദനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ, ദൈവം കൽപ്പനകളിലൂടെ നിയമത്തിലൂടെ ഏതെങ്കിലും രീതിയിൽ നിന്റെ മുമ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്. നീ ഇതിനെത്രത്തോളം വില കൊടുക്കുന്നുണ്ട്? മാതാവും യോസേപ്പും ഇതിന് ഏറ്റവും അധികം വില കൊടുത്തിരുന്നു. നിൻ്റെ മുമ്പിലുള്ള ശക്തമായ ഒരു ഉദാഹരണമാണ്. ദൈവിക പ്രചോദനങ്ങൾക്ക് ജീവൻ കൊടുക്കുവാൻ, പ്രാധാന്യം കൊടുക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള നിൻ്റെ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ വ്യക്തിയെ സമർപ്പിക്കുന്നു. നീ നൽകുന്ന പ്രചോദനങ്ങൾക്ക്, നിൻ്റെ നിയമങ്ങൾക്ക് വില നൽകുവാനായിട്ട്, ജീവൻ നൽകുവാനായിട്ട് ഈ വ്യക്തിയെ നിരന്തരം ശക്തിപ്പെടുത്തണമേ. ഇന്നത്തെ ദിവസം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നീ എൻ്റെ സർവ്വം.